ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മോളിസ് കിച്ചൺ. ഇന്ന് ഒരു അടിപൊളി റെയിൻബോ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ കേക്കിൽ സ്പഞ്ച് കേക്ക് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. 6 കളറിലുള്ള സ്പഞ്ച് കേക്കാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള കേക്കിൻ്റെ വീഡിയോസിലൊക്കെ സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇതുപോലെ കളർ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കേക്ക് ബേക്ക് ചെയ്തെടുത്താൽ മതി. നമുക്ക് പാനിലോ ഓവനില്ലാതെ സ്റ്റീമറിലോ ഒക്കെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കേക്കൊക്കെ എടുത്തിട്ടുള്ളത് സ്റ്റീമറിലാണ്. അപ്പം അത് സ്റ്റീമറിൽ കേക്ക് ബേക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണമെന്നുള്ളവർക്ക് അതിൽ പോയിട്ട് കാണാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ കേക്ക് ബേസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ കുറച്ച് ക്രീം തേച്ച് നമുക്ക് ഓരോ ലെയർ കേക്കും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഞാൻ ഷുഗർ സിറപ്പിന് പകരം 1/2 കപ്പ് മിൽക്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മിക്സ് ചെയ്തിട്ട് കുറച്ച് വാനില എസൻസും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. തിളപ്പിച്ചതിന് ശേഷം അതാണ് ഷുഗർ സിറപ്പിന് പകരം ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കേക്കിന് കുറച്ചുകൂടി ഒരു ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ലെയറും ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒറ്റ വീഡിയോസും മിസ്സാകാതെ തന്നെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ ലെയറും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അവസാനത്തെ ലെയറും വെച്ച് കൊടുത്തു. ഇനി നമുക്ക് മുകളിൽ ഒന്ന് ക്രീം തേച്ചിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഈ കേക്ക് ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കി ഐസിങ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പം ഇതെല്ലാം ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാനിവിടെ 5 കളറിൽ ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കേക്ക് ഓർഡർ കേക്കായിരുന്നു. അപ്പോൾ അവർക്ക് അധികം ഹൈറ്റ് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹൈറ്റ് കുറച്ചാണ് ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റ് 1 kg ആണ് ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിനനുസരിച്ചാണ് ഞാൻ ഒരു കേക്ക് ഐസിങ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏറ്റവും താഴത്തെ ലെയറിൽ വയലറ്റ് കളറിലുള്ള ക്രീം ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നീല കളറിലുള്ള ക്രീം വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രീൻ കളറിലുള്ള ക്രീമാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് യെല്ലോ കളറിലുള്ള ക്രീം വെച്ച് കൊടുക്കാം. കുറച്ച് കട്ടിയിൽ തന്നെ ക്രീം റൗണ്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് മാത്രമേ നമുക്ക് നല്ല വൃത്തിയായിട്ട് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് ഞാൻ ഓറഞ്ച് കളറിലുള്ള ക്രീമാണ് വെച്ച് കൊടുക്കുന്നത്. അധികം ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു കളർ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്. അങ്ങനെ ഇത് നമുക്ക് ഭംഗിയായിട്ട് കിട്ടില്ല. ഇപ്പം എല്ലാ കളറും ഒന്ന് ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ അതിലൊക്കെ അവിടെ ഇവിടെ ഹോൾസൊക്കെ കാണാൻ സമയത്ത് അന്നപ്പം ആ സ്ഥലങ്ങളിലൊക്കെ കുറച്ചുകൂടി ക്രീം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ വീണ്ടും വീണ്ടും സ്ക്രാപ്പ് ചെയ്തെടുത്ത് വൃത്തിയാക്കി എടുക്കാം നമ്മുടെ കേക്ക്. അപ്പോൾ അത് ഏകദേശം വൃത്തിയായി വന്നിട്ടുണ്ട്. വീണ്ടും നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും അവിടെ ഇവിടെയൊക്കെ ഹോൾസ്. ആ സമയത്ത് അതിലൊക്കെ വീണ്ടും ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് സൈഡൊക്കെ കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകൾ ഭാഗം ഒന്ന് നന്നായിട്ട് നീറ്റാക്കി എടുക്കാം. അപ്പം മുകളിലെ ക്രീമൊക്കെ ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് ഫ്രീസറിലേക്ക് മാറ്റാം. ഈ ഒരു കേക്ക് മുകൾ ഭാഗം ഗനാഷ് വെച്ചിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. അപ്പം ഗനാഷ് ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് കേക്ക് തണുപ്പിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് കേക്ക് ഒന്ന് ഫ്രീസറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ആ സമയം നമുക്ക് ഗനാഷ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഗനാഷ് റെഡിയാക്കി ഒരു ഐസിങ് ബാഗിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒരുപാട് ലെങ്തി ആവും വെച്ചിട്ടാണ് ഞാൻ ഈ ഗനാഷ് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൽ കാണിക്കാതിരുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വേണമെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ളത് 1/2 കപ്പ് ചോക്ലേറ്റിന് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ഗനാഷ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം അത് നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ ഫസ്റ്റ് ഡ്രിപ്പായിട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കേക്കിൻ്റെ മുകളിൽ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. മുകൾ ഭാഗത്ത് മാത്രം കേട്ടോ.
എല്ലാ ഭാഗത്തും ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കേക്കിൻ്റെ മുകളിൽ ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിങ്കിൾസ് കൂടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോയിൽ സജഷൻസും കമൻസും ഒക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.